സോമൻസ് മേക്കോവർ സ്റ്റുഡിയോ സ്പീക്കിംഗ്. ഹലോ ചേട്ടാ, ഇന്നലെ അവിടുന്ന് ഫേഷ്യൽ ചെയ്തിട്ട് പോയിട്ട് ആളാ. പറഞ്ഞോ. ഞാനാ ഇപ്പൊ വീട്ടിൽ വന്ന് കയറിയപ്പോഴേ എന്നെ ഒരു മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. അറിയില്ല. അതാണ് സോമൻസ് മേക്കോവർ സ്റ്റുഡിയോ. ഇവിടെ മേക്ക് ഓവർ ചെയ്തിട്ട് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻ തിരിച്ചറിയില്ല. കറക്റ്റാ. ഞാനൊരുമാതിരി കറുത്ത് കരിവാളിച്ച് കരികുരകനെ പോലെ ഇരിക്കുന്നത് ഇപ്പൊ. അങ്ങനെയാണെങ്കിൽ റോങ് നമ്പർ. കട്ട് ചെയ്തിട്ട് കാര്യമില്ല, സ്വിച്ച് ഓഫ് ചെയ്തേക്കാം, ഇല്ലെങ്കിൽ ഇത് കൂട്ട് വിളിയും തെറിയായിരിക്കും. ഹലോ, അതെ ഞാനേ നിങ്ങളുടെ ഈ ബ്യൂട്ടി പാർലറിൽ ഫോണിലോട്ട് ഞാൻ കുറെ നേരം വിളിച്ചിട്ടോ. നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് കേട്ടോ. ഇന്നലെ ഒരു ഫേഷ്യൽ ഉണ്ടായിരുന്നു. തലേ ദിവസം ഫേഷ്യൽ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം സ്വിച്ച് ഓഫ് ആയിരിക്കും. സംഭവേ എനിക്കും കൂടി ഒരു ഫേഷ്യൽ ചെയ്യണമായിരുന്നു. അപ്പൊ നാളെയും സ്വിച്ച് ഓഫ്. എന്തൊക്കെയാണ് ഈ പറയുന്നത്? അല്ല ഒന്നുമില്ല. എന്ത് ഫേഷ്യലാണ് ചെയ്യേണ്ടത്? നാളെ കല്യാണമാണ്, അപ്പൊ അതിന് പറ്റിയ ഫേഷ്യൽ ചെയ്യണം. തന്റെ പേരെന്നാ? എന്റെ പേര് കതിരേഷ്. കതിരേഷിന് എന്നാ പ്രായമുണ്ട്? എനിക്ക് 47 വയസ്സുണ്ട്. 47ാമത്തെ വയസ്സിനാണോ പെണ്ണ് കെട്ടാൻ നടക്കുന്നത്? അങ്ങനെ ഒരു സാഹചര്യം. താൻ കെട്ടാൻ പോണ പെണ്ണിന് എത്ര വയസ്സുണ്ട്? നമുക്ക് 24 വയസ്സുണ്ട്. എന്റെ കതിരേഷേ, ഈ കതിരെ കൊണ്ട വളം വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? സാഹചര്യം, വീട്ടിലെ സാഹചര്യം അങ്ങനെ. വീട്ടിലെ സാഹചര്യം അങ്ങനെ. എന്നാ സംഭവം എന്നറിയോ? വീട്ടില് ഞങ്ങൾ കല്യാണം കഴിക്കാത്ത മെയിൻ കാര്യം, ഞങ്ങൾക്ക് വീട്ടില് ജാതക ദോഷം ഉണ്ടായിരുന്നു. ജാതകദോഷന്റെ വിഷയം. ഞങ്ങൾ 3 ആമക്കളാ. അപ്പൊ ഞങ്ങൾ കല്യാണം കഴിച്ച അമ്മാവന് ദോഷമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കെട്ടാൻ തരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ 3 പേരും കെട്ടിയില്ല? ഇല്ല, മൂത്ത ചേട്ടൻ കെട്ടി. മൂത്ത ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ ഇനി വിളിച്ചോണ്ട് വരുവായിരുന്നു. പ്രേമം. അപ്പൊ അമ്മാവന് ദോഷമായില്ലേ? പിന്നെ അമ്മാവന് ദോഷമായി. അമ്മാവന് ദോഷം എന്ന് പറഞ്ഞാൽ അമ്മായി പിണങ്ങി പോയി, അമ്മാവൻ ഇട്ടിട്ട് പോയി. അമ്മാവനപ്പൊ വേറൊരു പെണ്ണിനെ കെട്ടി. കുഴപ്പമില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ, രണ്ടാമത്തെ ചേട്ടനാണ് ഈ ജാതകത്തിൽ ഒരു വിശ്വാസമില്ല. അങ്ങനെ വിശ്വാസം എവിടുന്നാണോ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നു. അമ്മാവന് ദോഷമായി. അമ്മാവൻ രണ്ടാമത് കെട്ടിയ ആ പെണ്ണുമ്പളെ പിണങ്ങി പോക്കളഞ്ഞു. അമ്മാവനെ ആരും നിർബന്ധിച്ചില്ല, അമ്മാവൻ സ്വയം നിർബന്ധിച്ച് അമ്മാവൻ വീണ്ടും കെട്ടി. അങ്ങനെ കെട്ടി. ഇനിയിപ്പോ എന്റെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പ്രശ്നമാവും, അമ്മാവന് പ്രോബ്ലം ആവും. അപ്പൊ പിന്നെ അമ്മായി പണങ്ങി പോകും, അമ്മാവ് പിന്നെ വീണ്ടും കെട്ടേണ്ടി വരും. അമ്മാവന് ഓരോരോ ദോഷങ്ങളെ. അതിരേഷേ, നീ പറഞ്ഞു വെച്ച നിന്റെ അമ്മാവന് ദോഷമല്ല, അടിച്ച കോള. എന്നെ ഒന്ന് സംഭവം ഒന്ന് റെഡിയാക്കി. അല്ല പിന്നെ ഏതായാലും മകൻ തുടങ്ങാം. കാത്തോളേ, അങ്ങയുടെ കയ്യിലാണ്. തുടങ്ങുവാ. എന്താണ് പ്രാർത്ഥനയൊക്കെ? ആയുധം വെച്ചുള്ള കളിയല്ലേ? ആയുധം വെച്ചുള്ള കളി പഠിക്കില്ല, കത്രയ്ക്കൊന്നും പറ്റില്ല. നമുക്ക് എന്നാ ചെയ്യേണ്ടത്? അതറിയാൻ മേലാതെയാണോ ഈ സാധനം ഉണ്ടാക്കി? എനിക്കറിയാം. പിന്നെ എന്താണ് തന്റെയും കൂടി അഭിപ്രായം കിട്ടിയാൽ ആ രീതിക്ക് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ആദ്യം കാര്യം ഫേഷ്യൽ ചെയ്യാം. പെണ്ണ് ഭയങ്കര ഗ്ലാമറാ ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ ഒരു കാര്യം, എന്റെ കവിളിങ്ങനെ ഒട്ടിയിരിക്കുവാണല്ലോ, അത് നമുക്ക് കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ ചാടിക്കണം. ഇവിടെ നമുക്കൊന്ന് ഷേപ്പ് ആക്കി എടുക്കണം. അതുപോലെ എന്റെ താടി എന്ന് പറയുമ്പോൾ നീണ്ട താടിയല്ലേ, അപ്പൊ അതൊന്ന് അടിച്ച് നമ്മളൊന്ന് കയറ്റിയിട്ട് റൗണ്ട് ആക്കി എടുക്കണം. അതുപോലെ എന്റെ മൂക്ക് നീണ്ട മൂക്കല്ലേ, അത് നമുക്കൊരു ഓവൽ ഷേപ്പ് ആക്കി എടുക്കണം. പിന്നെ കണ്ണുണ്ടല്ലോ, കണ്ണ് കുത്തി പൊട്ടിക്കണം. കണ്ണൊന്ന് തെളിച്ചെടുക്കണം. എഴുതി വെച്ചേക്കണ എന്നതാണ്? അത് ബ്യൂട്ടി പാർലറിനല്ലേ, അല്ലാതെ ലെയ്ത്ത് എന്നാണോ? ഈ പറയുന്ന വർക്കൊക്കെ ചെയ്യണം, നിന്നെ വല്ല ലെയ്ത്തിലും കയറ്റി ഇറക്കണം. മുഖം വിട്ട് നമുക്ക് മുടിയെ പിടിക്കാം. മുടി നമുക്ക് എന്നെ ചെയ്യാൻ പറ്റും? മുടി ബുദ്ധിപരമായിട്ടാണെങ്കിൽ ഇത് തൊടാതിരിക്കുന്നതാണ് ബുദ്ധി. അങ്ങനെ അല്ല, എന്തെങ്കിലും ഒന്ന് മുടിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാൻ പറ്റും? മിലിറ്ററി അടിച്ചാലോ? അങ്ങനെ ഒരു പണി ഞാൻ പോയി എന്നെങ്കിലും ടച്ചിങ്ങിനും മേടിച്ചു സാധനം വെച്ചോ. അത്രയൊക്കെ ഞാൻ കുത്തിത്തരും. ഇത് മിലിറ്ററി കോട്ട കൂച്ചുന്ന കാര്യമല്ല പറഞ്ഞത്. മിലിറ്ററി കട്ടിങ്, മുടിയിലൊരു കട്ടിങ് ആണത്. ഞാൻ പറയട്ടെ, അത് പറ ചേട്ടൻ. എന്നെ ഉണ്ടല്ലോ, ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ നാട്ടുകാർ കണ്ടാ പറയണം, ഒരു ടൊവീനോ ലുക്ക്. എന്താണ് എന്റെ പുറകെ നടക്കുന്നത്? എന്താണ് ചുറ്റിനും നടക്കുന്നത്? നിന്നെ എവിടെ തൊട്ട് ടൊവീന ആക്കണം? ടൊവീനോ വേണ്ട, അതിവിടെ ഞാൻ പറയണ കേക്ക്. സംഭവം എന്താ ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 47 വയസ്സുണ്ടല്ലോ, അവക്കാണ് 24 വയസ്സല്ലേ ഉള്ളൂ. അപ്പൊ ചേട്ടൻ ഈ 47-ന്ന് എന്നെ ഒരു 32 കൊണ്ട് എത്തിച്ചാൽ മതി. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പഴയ അംബാസിഡർ പണിത് ബെൻസ് ആക്കി തരാം. സംഭവം ഒന്ന് ആക്കി തന്നെ. 32 ആക്കി തരാൻ പാടില്ലേ? ഒരു 29 ആക്കിയാലോ? അയ്യോ, 29 വേണ്ട. അത് പിന്നെ അവക്ക് ബഹുമാനം ഉണ്ടാവില്ല, ബ്രോ എന്നൊക്കെ കയറി വിളിക്കും. അത് വേണ്ട, നമുക്കൊരു 32 അല്ലെങ്കിൽ ഒരു 31, 30 താഴെ പോകണ്ട, അത്ര ആക്കിയാൽ മതി. സംഭവം അതെ. പിന്നെ എന്റെ പെണ്ണിന് 24 വയസ്സല്ലേ? 24 വയസ്സുള്ളൂ. ഈ പെണ്ണിനൊന്ന് കാണാൻ പറ്റുമോ? അപ്പൊ ഇത് വെച്ചിട്ട് എനിക്ക് ഫ്രണ്ടിൽ ഫോട്ടോ എടുത്തിട്ടേക്കൂല്ലേ, നോക്ക്. സഹിക്കാൻ പറ്റണല്ലോ കേട്ടോ.
പിന്നെ പറഞ്ഞു എന്നാ സഹിക്കാൻ പറ്റണില്ലെന്നോ? വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന്. 24 വയസ്സുള്ള സുന്ദരിയായ പെങ്കൊച്ച് നിന്നെ വിവാഹം കഴിച്ചാൽ സമ്മതിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റും. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു. ഈ കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ എന്നെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ ഒരു 15 ദിവസത്തേക്ക് അത് ബ്ലോക്ക് ചെയ്ത് വെച്ചു. എന്നിട്ടൊരു ഏജൻസിനെ ഏൽപ്പിച്ച് ഞാൻ ഇത് അന്വേഷിപ്പിച്ചു. അത് വേണം, എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ പിടിക്കാൻ പറ്റും. ഒന്നുമില്ല, ക്ലിയർ പെണ്ണ്. ആണോ? തുമ്പിയെ പോലെ പാറി പറഞ്ഞ് നടക്കണ പെണ്ണ് ആണെന്ന്. സംഭവം എന്നറിയോ? സംഭവം അവർക്ക് ഡിമാൻഡ് ഉണ്ട്. കാണും, ഡിമാൻഡ് കാണും, അല്ലാതെ കല്യാണം സമ്മതിക്കല്ല. എന്തെങ്കിലും ഡിമാൻഡ് കാണും. എന്താ ഡിമാൻഡ്? അവരുടെ ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് കെട്ടാൻ പോണ ചെറുക്കനെ പെണ്ണിനേക്കാളും വിദ്യാഭ്യാസം വേണമെന്നൊരു നല്ല കാര്യം കേട്ടോ. ഈ പെണ്ണിന്റെ സൗന്ദര്യം സ്വർണ്ണമൊന്നും അല്ല കാര്യം. വിദ്യാഭ്യാസമാണ് ഈ സമയത്ത് വേണ്ടത്. ആ പെണ്ണിന് എന്ത് വിദ്യാഭ്യാസം ഉണ്ട്? അവള് 7ാം ക്ലാസ് ഫെയില്, നീയോ? ഞാൻ 8ാം ക്ലാസ് പാസ്. ഒറ്റ 8 മാസത്തിലാണ് ഈ കല്യാണം പാസ്സാക്കി എടുത്തത് അല്ലേ? ഫേഷ്യൽ അങ്ങ് ചെയ്ത് തുടങ്ങാം. എന്നിട്ട് ബാക്കി കളത്തിൽ കിടക്കാം. ഓക്കെ. നല്ല ഫേഷ്യൽ നോക്കി ചെയ്യണ്ട, കാരണം 47 കയറി വന്നോണ്ടേ 30 നിർത്തണം കേട്ടോ എന്നെ. ആ റൗണ്ട് ഒപ്പിച്ച് ഞാനങ്ങ് നിർത്തും. അത് മതി, അത് മതി. അല്ല കതിരേഷേ, കല്യാണമൊക്കെ അല്ലേ? അതെ. നമുക്ക് ഈ ഉണ്ണി അങ്ങ് കരിച്ചാലോ? പറഞ്ഞല്ലേ നാളെ കല്യാണം. എന്താണ് നിന്റെ കല്യാണമാണോ നാളെ? ആ പെടലിയിലേക്ക് ഇരിക്കണ പാലുണ്ണി അങ്ങ് കരിച്ചു കളഞ്ഞാലോ എന്ന് ചോദിച്ചാൽ അത് മെനകേടാണ്. ഇതാ പാലുണ്ണി കരിക്കണം. എന്നാ ഇവിടെ വന്ന് ഇരിക്കണം, പാലുണ്ണി കരിക്കണം. കതിരേഷേ, എന്തോ കല്യാണമൊക്കെ തീരുമാനിച്ചു. അതെ. ഹണിമൂൺ എങ്ങോട്ടാ പ്ലാൻ ചെയ്തേക്കണേ? ഹണിമൂൺ ഇതുവരെ ഒരു പ്ലാനിങ് ആയില്ല ചേട്ടാ, എവിടെ പോകണം എന്നുള്ള. അതെന്നാ പരിപാടി? ഞാനൊരു പറയട്ടെ, പറഞ്ഞു കുളു മണാലി പോയാൽ ബെസ്റ്റ് ആയിരിക്കും. കുളു മണാലി വേണ്ട, അതിന് തണുപ്പടിച്ചു കഴിഞ്ഞാല് ജോയിന്റ് പെയിനും കാലിനും മരം. ഏജിന്റെ ഒരു പ്രശ്നം. പണി ഗോവയ്ക്ക് വിട്ടു, അവിടെ ആകുമ്പോ കടലിൽ ചാടി മറിയാം. കടലിൽ ചാടാൻ പറ്റത്തില്ല, തലയ്ക്ക് നീരിളകും. പിന്നെ ഇവിടെ ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് കോളർ ഇട്ടുകൊണ്ട് നടക്കേണ്ടി വരും. ഹണിമൂണിന് പെടലിൽ ബെൽറ്റ് വിട്ട് നടക്കാൻ വല്ല കാര്യമുണ്ട്? അത് വേണ്ട, പണി ഗോവ വിട്ടുകൂടി രാജസ്ഥാനിലേക്ക് വിട്ടു. മരുഭൂമിയിലൂടെ ഒരു യാത്ര അടിപൊളിയായിരിക്കും. മണൽക്കാറ്റ് അടിച്ചു കഴിഞ്ഞാലേ എനിക്ക് ആസ്മയുടെ അസുഖമുണ്ട്. അവ ഈ തുമ്മലും ഇതൊക്കെ വന്ന് പിന്നെ അത് ഭയങ്കര പ്രശ്നമാണല്ലേ. രാജസ്ഥാൻ വേണ്ട. അങ്ങനെയാണ് ഞാൻ നോക്കിയിട്ട് നിനക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലമേ ഉള്ളൂ. ഏതാട്ടാ അത്? കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല. പെണ്ണിനൊരു ട്രിപ്പും ആവും, നിന്റെ സൂക്കേടും മാറും. അതല്ല ഞാൻ നോക്കിട്ട് ഞാൻ എവിടെയെങ്കിലും പൊക്കണം. നിങ്ങൾ ബാക്കി പണി ചെയ്ത് തീർന്നോ? ഫേസിൽ തീർന്നോ? ഫേസിൽ ചെയ്ത് തീരുവടാ. ഇപ്പൊ നീ ധൃതി പെട്ടെന്ന് ഇട്. ചെയ്യാന്ന് ഞാനിത് ചെയ്തു വരുമല്ലേ. അപ്പൊ സംഭവം കുറച്ച് ചെറിയ ചെറിയ പരിപാടികളേ ഉള്ളൂ. കഴിയുമ്പോ സംഭവം തീർന്നു. 32 എത്തൂല്ലോ അല്ലേ? 32 ഇപ്പൊ തന്നെ ഒരു 30 എത്തിയോ? 30 എത്തി. 29 പോലെ. ഞാൻ കറക്റ്റ് റൗണ്ട് ഒപ്പിച്ച് 30 നിർത്തിയാ പോയി. ഒന്നും പേടിക്കാനില്ല കേട്ടോ. വിളഞ്ഞ സാധനം. വിളഞ്ഞോ? തിന്നോ? കണ്ണി വെക്കേണ്ട സാധനമാണ് കുക്കമ്പറോ? പിന്നെ അതെ, ഞങ്ങളുടെ വീട്ടിലൊക്കെ ഈ സാധനം വട്ടത്തിൽ അരിഞ്ഞിട്ട് കുരുമുളക് ഉപ്പിട്ട് തിന്നുമായിരുന്നു. ആരോട് പറയാൻ? കുരുമുളക് പൊടി ഉപ്പിട്ട് തിന്നു വെക്കാനാണത്? കണ്ണി വെക്കാനാണത്. ഞാൻ വെക്കെടുത്ത് വെക്കെടുത്തു. അത് തീറ്റയും കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്. ഞാനേ പാക്കുണങ്ങിട്ട് വരാം. അപ്പൊ നിങ്ങൾ എന്നെ ഇവിടെ കിടത്തിയിട്ട് അടക്കാ ഉണക്കാൻ പോവാണോ? പാക്കുണക്കാൻ പോവെന്ന് പറഞ്ഞ് വെളിവില്ലാത്തവനെ നിന്റെ മുഖത്തിട്ട് അങ്ങനെ ഫേസ് പാക്ക് ഉണ്ടല്ലോ, അത് ഉണങ്ങണേ 15 മിനിറ്റ് എടുക്കും. അത് കഴിയുമ്പോ ഞാൻ വരാന്ന് പറഞ്ഞ കേട്ടോ. അനങ്ങാതെ അവിടെ ഇരി. ഒരു കുക്കുമ്പർ കുക്കുമ്പർ തിന്നുകളല്ലേ കണ്ണി വെച്ചു. ഇത് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ കടം വേണമായിരുന്നു. എത്ര? ഒരു 500. 10 നോട്ട്. 5000 രൂപയാണോ ചോദിച്ചു? 5000 രൂപ പറഞ്ഞ ചേട്ടൻ ഷോക്ക് അടിച്ച് ഒരുമാതിരി ആവൂല. ബുദ്ധിമാനാണോ നീ? അത്യാവശ്യം എന്താ കാര്യം? നാളെ ഒരു കല്യാണം. എടാ ഇപ്പോഴത്തെ കല്യാണത്തിന് ആരെങ്കിലും 5000 രൂപ കൊടുത്തു? ഒരു 500 രൂപ പേരെഴുതാത്ത ഗവർണർ കൊടുക്കാൻ പോലും. സംഭാവന എടുക്കാനല്ല, എന്റെ കാമുകിയുടെ കല്യാണ. കാമുകിയുടെ കല്യാണത്തിന് 5000 രൂപ? വെളിവുള്ള ഏതെങ്കിലും കാമുകിയുടെ കല്യാണത്തിന്? അല്ലേട്ടാ, ഇന്ന് അവൾ എന്റെ കൂടെ രാത്രി ഇറങ്ങി വരും. ഒളിച്ചോട്ടമാണല്ലേ പരിപാടി? അല്ല ഈ കല്യാണ തലേന്ന് തന്നെ വിളിച്ചിട്ട് പോകണം. എന്തായിരുന്നു ഇത്തിരി നേരത്തെ വിളിച്ചിട്ട് പോയാൽ മേലായിരുന്നു? കല്യാണ തലേന്ന് പോയാലല്ലേ സ്വർണ്ണോ പണം എടുക്കാൻ പറ്റൂ. നേരത്തെ പോയതല്ലോ കിട്ടോ. ഓ മാസ്റ്റർ പ്ലാൻ. നമ്മുടെ ബുദ്ധിമാനെ, ഞാനതല്ല ആലോചിക്കണം. അവളെ കെട്ടാനൊരുത്തം വരുമല്ലോ, അവന്റെ അവസ്ഥ. അവൻ ഈ ദിവസം ഈ സമയം അവൻ എന്തായിരിക്കും അവന്റെ ചിന്തയും? അവൻ ഈ സമയത്ത് വല്ല ബ്യൂട്ടി പാർലറാണ് ഈ ചേട്ടൻ ഇരിക്കുന്ന പോലെ കുക്കുംബർ കണ്ണിൽ വെച്ചിരിക്കും. അല്ല മര്യാദക്കാരനും പയ്യനായിരിക്കുമല്ലോ അവൻ ഈ അവസ്ഥ. അല്ല അവള് പറഞ്ഞ് അതൊരു മരക്കിഴങ്ങനാന്ന് പറഞ്ഞു. കുഴപ്പമില്ല. അല്ലെ പെണ്ണിന്റെ വീട് എവിടെ പറഞ്ഞു? ഉളിയാക്കോവിൽ അമ്പലമല്ലേ? അമ്പലത്തിന് വടക്കേ സൈഡ്. ഏരിയ എനിക്കറിയാം. അല്ലെ പെണ്ണ് എവിടെ പഠിച്ചത്? പെണ്ണ് ഉളിയാക്കോവിൽ ഗവൺമെന്റ് സ്കൂളിൽ. ആ സ്കൂളിൽ തന്നെ? അവിടെ തന്നെ. സത്യം പറയും, പെണ്ണിന് എത്ര വയസ്സുണ്ടാവല്ലേ? 24 വയസ്സ്. എന്നാ പേടിക്കല്ല, പ്രായപൂർത്തിയായി. അത് കുഴപ്പമില്ല. എന്താ കതിരേഷേ
ചെറിയൊരു ഡൗട്ട്. എന്താ? ഞാൻ കെട്ടാൻ പോണ പെണ്ണിനാണ് ഇവനെ അടിച്ചോണ്ട് പോണെന്നൊരു ഏത് അമ്പലത്തിനാ പറഞ്ഞ്? പുളിയാട്ട്. അവിടാണ് എന്റെ. ഏത് സ്കൂളിൽ പഠിച്ചെന്ന് പറഞ്ഞു? പുളിയാട്ട്. അവിടാണ് അവള് പഠിച്ചത്. എടാ അത് ചിലപ്പോ ഇത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു വെളുത്തും മെലിഞ്ഞ പെണ്ണാണോ? വെളുത്ത് മെലിഞ്ഞ പെണ്ണ. അയ്യോ, വെളുത്ത് മെലിഞ്ഞ പെണ്ണാണ്. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ലൈറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കണം. ആര് പറഞ്ഞു അവരോട് ലൈറ്റ് ചെയ്യാൻ? നാളെ 11-നും 11:30 നിങ്ങളുടെ 11-11 ഇടയ്ക്ക് അവളെ കല്യാണം. എന്റെ കല്യാണം 11-11 എടാ നാളെ ആ ഒരു മുഹൂർത്തെ കാണുള്ളൂ, നീ ടെൻഷൻ അടിക്കാതെ. അയ്യോ, അവള് തന്നെയാണ്. വയസ്സ് എത്ര പറഞ്ഞ? 24. ഉറപ്പിച്ച്. അവള് പിന്നെ വേറെ എന്തോ പറഞ്ഞില്ലേ? ആ കെട്ടാൻ പോണ ചെറുക്കനെ കുറിച്ച് എന്താ പറഞ്ഞേ? മരക്കിഴങ്ങനാന്ന്. മരക്കിഴങ്ങനാന്ന് എനിക്ക് വിശ്വാസമായി. ഞാൻ കെട്ടാൻ പോണ പെണ്ണ് തന്നെയാണ്. അനിയാ, നിങ്ങളുടെ കാമുകി എന്ന് പറഞ്ഞ ഞാൻ കെട്ടാൻ പോണ പെണ്ണാണ്. ചേട്ടാ അറിഞ്ഞില്ല. നാളെ ഞാൻ കെട്ടാൻ പോണ പെണ്ണാണ്. എങ്ങനെയല്ലോ ഒഴിവാക്കി. 47 വർഷം ഏജ് ഓവറാണ്. അനിയാ, എങ്ങനെയും ഒഴിവാക്കണം. ഒഴിവാക്കാൻ പറ്റില്ല. പറ്റിയല്ലെന്നാ പറഞ്ഞ. എന്നാ ചെയ്യും പറ? എല്ലാം ചെയ്യും പറ. വിളിച്ച് നാളെ തെറി പിടിക്കണം. ഒരുത്തനെ അവളെ വഞ്ചിക്കരുത്. പിന്നെ ഇത് കൊണ്ടാണോ തെറി പറയാലേ? പിന്നെ നല്ല നല്ല കണ്ണുപൊട്ടണ തെറി അവളെ വിളിച്ചു. എനിക്കൊരു വിഷയമുണ്ട്, എനിക്ക് തെറി പറയാൻ അറിയാമല്ലേട്ടാ. ഈ 47 വയസ്സായിട്ടും തെറി പറയാൻ പോലും അറിയാം. നീ എന്താണ് പെണ്ണ് കിട്ടുന്നത്? ഉള്ളത് വെച്ച് വിളിച്ച് പറയണം. ഇങ്ങനെയുള്ളവളെ നല്ല വെറുതെ വിളിച്ചു പറ. ഹലോ. ആ വിളിച്ചേ. എടി വഞ്ചകി, പറഞ്ഞു. നീ ഉണ്ടല്ലോ, നീ ഒരു കാലത്ത് നീ ഗതി പിടിക്കേണ്ടി. നീ നിന്റെ അപ്പനെ ഗതി പിടിക്കേണ്ടി. കതിരേഷേ, നിനക്ക് തെറി പറയാൻ അറിയാമെന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷയില്ല. സിറ്റുവേഷന് കൈ നിട്ട് പറഞ്ഞ അവളെ കൊണ്ടുപോയിക്കോട്ടെ. അനിയാ, നീ പുള്ളിയുടെ എത്ര നീ ചോദിച്ചത്? 5000 രൂപ. 10000 രൂപ ഞാൻ തരും. അല്ലെങ്കിൽ ഉണ്ടല്ലോ, നാളെ കല്യാണ മണ്ഡപത്തിൽ ഞാൻ ഈ മീശ വെച്ച് എളിപ്പനായിട്ട് ഞാൻ പോയി തന്നെ. കതിരേഷേ, സീരിയസ് മാറ്റം വരുമ്പോ ആ മീശ പിടിച്ച് കയറ്റി കുഴപ്പിക്കാം. മീശ ഒഴിവാക്കും. ഹലോ എടി, എന്തായാലും നാളെ കല്യാണം മുടങ്ങിയല്ലോ. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ പൈസ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒളിച്ചോടിയേ പോരെ? ഇല്ല, വിളിച്ചായിരുന്നല്ലോ. ഇപ്പൊ മുടക്കിയില്ലേ? ചേട്ടാ, നിങ്ങൾ അവളെ വിളിച്ച് കല്യാണം മുടക്കിയതല്ലേ? ഇപ്പൊ വിളിച്ച് ഞാൻ ഇപ്പൊ ആ ചേട്ടൻ വിളിച്ച് കല്യാണം മുടക്കിയെന്ന് പറയുന്നുണ്ടല്ലോ. അല്ലേ? ചേട്ടാ മുടക്കിയിട്ടില്ലെന്ന്. നീ കോളേജിൽ നോക്ക്. കണ്ടില്ലേ, ഞാൻ ആതിര പി പി. ഞാൻ ഇപ്പൊ വിളിച്ച് നീ കേട്ടല്ലേ? ഇതാര്? ഞാൻ കെട്ടാൻ പോണ പെണ്ണ് ആതിര പി പി. അയ്യോ, ഞാൻ പ്രേമിക്കുന്ന പെണ്ണ് വീണ. ആള് മാറിപ്പോയി. ഒന്നും പേടിക്കണ്ട. ആള് പറയുക. അപ്പൊ ചേട്ടാ, ഞാൻ പറഞ്ഞു അനുഗ്രഹിക്കണം. ചേട്ടാ, ഹാപ്പി മാരീഡ് ലൈഫ്. പേടിക്കണ്ട കതിരേഷേ, ആള് മാറിയത്. എന്നാലും നീ എന്നെ വൃത്തിയിട്ടവനാടാ. ഒരു കിട്ടാൻ പോണ പെണ്ണെ വിളിച്ച് ഇമ്മാതിരി ചീത്ത വിളിക്കുവാരെങ്കിലും പറഞ്ഞ പെണ്ണെ വിളിച്ച് തെറി പറയാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു നോച്ചോണ്ടാ നീ ചാടിക്കറി ചീത്ത വിളിക്കണോ ചെയ്യേണ്ടത്? വിളിച്ചു ഇപ്പൊ തന്നെ വിളിയല്ലേ സംഭവം. കുളിച്ച തീരില്ലാത്ത തെറിയാൻ വിളിച്ചു പറഞ്ഞ അവൾ എന്നെ അങ്ങനെ പറയണേ. പ്രാങ്ക് ആരില്ലെന്ന് പറ. നല്ല ഐഡിയ. തലേദിവസം പ്രാങ്ക്. പിന്നല്ലാതെ കല്യാണത്തിന്റെ ദിവസം പ്രാങ്ക് കൊടുത്താന്ന് പറഞ്ഞാൽ മതി. ഹലോ, ആതിര പി പി. ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യാം. പ്രാങ്ക് അങ്ങനെ ചെയ്യാം. പിന്നല്ലാതെ എന്നാ പറഞ്ഞു? പോയി തൂങ്ങിച്ചാവാൻ പറഞ്ഞു. പ്രാങ്കാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞപ്പോ ചോദിച്ചു, നിനക്ക് മുതു ഭ്രാന്താണോന്ന് ചോദിച്ചു. ഞാൻ 47 വർഷം ഞാൻ ചെയ്ത് നാട്ടുകാരോട് ഞാൻ എല്ലാം പറയാതെ കരയാതെ നീ കരഞ്ഞ് എന്നെ കൂടി ചിരിപ്പിക്കാതെ നീ കരയാതെ. അതെ കതിരേഷേ, കല്യാണം മുടങ്ങി, ഫേഷ്യലും കഴിഞ്ഞു. ഇനിയിപ്പോ ഉണ്ണി അങ്ങ് കരിച്ചാലോ? കരിച്ചു കളാ.